ലിറ്ററസി വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. എല്ലാ മലയാളികൾക്കും കേരളപ്പിറവി ദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി 1953 ആഗസ്റ്റിൽ ജസ്റ്റിസ് ഫസൽ അലി ചെയർമാനും KM പണിക്കർ, KN കുൻസുറു എന്നിവർ അംഗങ്ങളുമായ 3 അംഗ കമ്മീഷനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. അനവധി സംസ്കാരങ്ങളും നിരവധി ഭാഷകളും ഒട്ടേറെ വിശ്വാസ പ്രമാണങ്ങളും നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളും എണ്ണിയാലൊടുങ്ങാത്ത ഭാഷാഭേദങ്ങളും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും നിറഞ്ഞ ഭാരതത്തെ പുനഃസംവിധാനം ചെയ്യുന്ന കമ്മീഷൻ റിപ്പോർട്ട് 1955 സെപ്റ്റംബർ 30 കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. 1955 ഡിസംബർ 14 റിപ്പോർട്ട് ലോകസഭയിൽ അവതരിപ്പിക്കുകയും ഒട്ടേറെ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ശേഷം ഇന്ത്യയെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി പുനർസംഘടിപ്പിക്കുന്ന നിയമം 1956 നവംബർ 1 നിലവിൽ വന്നു. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളിലെ മലയാള ഭാഷ സംസാരിക്കുന്ന ജനവിഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ മലയാള ഭാഷയുടെ ശക്തിയും മഹത്വവും സ്വാധീനവും രാജ്യം അംഗീകരിക്കുക കൂടിയാണ് ചെയ്തത്. മലയാളം എന്നൊരു ഭാഷ ഉണ്ടായതുകൊണ്ടാണ് കേരളം എന്ന സംസ്ഥാനം ഉണ്ടായതെന്ന ചരിത്ര യാഥാർത്ഥ്യം ഓരോ കേരളീയനും വിസ്മരിച്ചുകൂടാ. മലയാള ഭാഷയുടെ ഉദയവികാസ വ്യാപന പ്രക്രിയയിൽ പങ്കാളികളായവരെയും ഐക്യകേരളം രൂപീകരിക്കാൻ പ്രയത്നിച്ചവരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നമുക്ക് കേരളത്തിന്റെ പുരോഗതിക്കായി അണിചേരാമെന്ന് ഈ സുദിനത്തിൽ പ്രതിജ്ഞ ചെയ്യാം.